എന്നാ 65 ആന. കേരളത്തിലെ ഏറ്റവും വലിയ പ്ലാന്റേഷൻ 14,020 ഹെക്ടർ ഭൂമിയും 6,458 ഹെക്ടർ റബ്ബർ തോട്ടമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പ്ലാന്റേഷൻ ഓഫ് കോർപ്പറേഷൻ ഓഫ് കേരളയുടെ പ്ലാന്റേഷനിലേക്ക് കാട്ടിന്റെ ഉള്ളിലൂടെ ഒരു യാത്ര. അതാണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലെ ഒരുപാട് വന്യമൃഗങ്ങളെയും ആനയും ഒക്കെ കാണാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു യാത്ര. അത് മാത്രമല്ല ഈ പ്ലാന്റേഷൻ 2 ബസ് മാത്രം സർവീസ് കൊടുത്തു. സമയം രാത്രി 12 മണി. ചെങ്കുവട്ടിയാണ്, കോട്ടക്കലാണ്. കോട്ടക്കൽ നിന്ന് നമ്മൾ നേരെ യാത്ര ചെയ്യാൻ പോണത് ചാലക്കുടിക്കാണ്. ചാലക്കുടിയിൽ നിന്ന് കറക്റ്റ് 5 മണിക്ക് ഈ ബസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. 5 മണിക്ക് യാത്ര തുടങ്ങിയിട്ട് 6:30 വരെ നമ്മളൊരു ബസ്സിൻ്റെ ഉള്ളിലാണ് സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ യാത്ര കാലടി പ്ലാന്റേഷൻ കേട്ടോ. എല്ലാ ദിവസവും ഇവിടുന്ന് സർവീസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ വീക്കെൻഡിൽ പബ്ലിക് ഹോളിഡേയ്സ് ഗവൺമെൻറ് സർവൻറ്റ് ലീവുള്ള ദിവസങ്ങളൊന്നും ഈ ബസ് സർവീസ് ഉണ്ടാവില്ല. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഞാൻ രണ്ടാമതാണ് ഈ റൂട്ടിൽ വരുന്നത്. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക. നമ്മൾ ഈ യാത്ര തുടങ്ങുമ്പോൾ ഇതേപോലെ കുറേ ആൾക്കാർ ബസ്സിന് കൈ കാട്ടണം കാണാം രാവിലെ 5 മണി 5:30 അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇത് പ്ലാന്റേഷനുക്കുള്ള ബസ്സാണ്. പ്ലാന്റേഷനുക്ക് മാത്രമായിട്ട് സർവീസ് ചെയ്യുന്നതാണ്. 5 മണിക്കും 10 മണിക്കും മാത്രമാണ് ബസ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ റൂട്ടിൽ ബസ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് യാത്ര ചെയ്യേണ്ടതിന് ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. ടൈം തെറ്റിയ പിന്നെ നമുക്ക് ഇതിനുള്ളിൽ എത്തിപ്പോകാൻ പറ്റില്ല കേട്ടോ. കാരണം ഒരുപാട് വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ ഉള്ളൊരു മേഖലയാണ്. ആന പ്രത്യേകിച്ച്. പിന്നെ റോഡ് ഇതുപോലെയാണ്. ഒട്ടുമിക്ക സ്ഥലത്തും ഡാമേജാണ്. നല്ല ജെർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫ്രണ്ട് സീറ്റിലായതുകൊണ്ട് നല്ല കുലുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ ഇതുപോലെ നല്ല എണ്ണപ്പനകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ റബ്ബർ തോട്ടങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അതിരപ്പള്ളി വായിച്ചാൽ ഭാഗം കേട്ടോ. ലെഫ്റ്റ് സൈഡ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നാൽ ഇതേപോലെ വെറ്റിലപ്പാറ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷൻ കിട്ടും. അതാണ് ഈ ജംഗ്ഷൻ. ഇവിടുന്ന് ലെഫ്റ്റ് പോയാലാണ് അതിരപ്പള്ളി വായിച്ചാൽ സിൽവർ സ്റ്റോം അങ്ങനത്തെ ഭാഗത്തൊക്കെ എത്തിപ്പെടുന്ന റോഡാണിത്. പിന്നെ നമ്മൾ മുന്നോട്ട് യാത്ര തിരിച്ച് നല്ല റോഡ് ഡാമേജ് ചെയ്യുന്നത് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കുലുക്കണ്ടായിരുന്ന റോഡ്. അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറഞ്ഞത്. പിന്നെ ഈ സൈഡിലൊക്കെ റബ്ബറാണ് ഞാൻ പറഞ്ഞ റൈറ്റ് സൈഡിലൊക്കെ. പിന്നെ ഈ ഏരിയക്ക് എത്തിപ്പെടുക പറഞ്ഞാൽ ഈ 2 ബസ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വാഹനത്തിൽ വരികയെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ആനൻ്റെ ആക്രമണമൊക്കെ ഉണ്ടാവും. ഇതുണ്ട് ആന കുത്തിമറിച്ചിട്ട് ഒരു പന മുഴുവനായി. ഈ വിഷയം തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം. ആനപ്പിണ്ടൊക്കെ റോട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം ശ്രദ്ധിക്കണം എന്നുള്ളത്. പിന്നെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഈ ബസ്സിൽ. നിങ്ങൾ കണ്ടില്ല, ഈ ബസ്സിലുള്ള ആൾക്കാരൊക്കെ നല്ല ടാപ്പിംഗ് തൊഴിലാണ് എല്ലാവരും ഉള്ളത്. പിന്നെ നല്ല തണുപ്പായിരുന്നു. ഞാൻ ഈ പോയ ടൈമിൽ പോകുവാണെങ്കിൽ നല്ല അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റിയ ടൈമാട്ടോ ഒരു യാത്ര. കാരണം തണുപ്പുകൊണ്ട് തൊഴിലാളികൾ ചൂട് കായുന്നതാണ് അവിടെ കാണുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളൻ്റെ കീഴിലാട്ടോ ഈ ഹെക്ടർ മൊത്തം കിടക്കുന്നത്. 1962 ഇത് രൂപീകരിച്ചിരിക്കുന്നത്. ഈ മൊത്തം സ്ഥലങ്ങളൊക്കെ കേട്ടോ 14,020 ഹെക്ടർ ഭൂമിയുള്ളത് ടോട്ടലി ഉള്ളത്. അതിൽ 6,458 ഹെക്ടറും റബ്ബറാണുള്ളത്. പിന്നെ പോണ വഴിയിൽ ഇവർ കുറച്ച് നേരം നമ്മൾ വഴിയൊക്കെ ഒന്ന് മുടക്കി. കുറേ ആൾക്കാർ റോട്ടുമ്പോൾ തന്നെ ഇരുന്നിട്ട് പോകുന്ന ടൈമിൽ ഇവരെ കാട് സംബന്ധിച്ചിട്ടുള്ള ഏരിയയിൽ ഇവരെ തുറന്നു വിട്ടതാണ്. പിന്നെ ഇതിന് മുന്നേ ഈ ഭാഗങ്ങളിലൊക്കെ കടുവൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ആന ഇറങ്ങിയത് കൂട്ടി കടുവ പിൻവലിഞ്ഞെന്നാണ് നമ്മുടെ ഡ്രൈവർ നമ്മളോട് പറഞ്ഞത്. ഡ്രൈവർ ദിലീപ് ഏട്ടനാണ്. നല്ല അടിപൊളി ഡ്രൈവറാട്ടോ. നമുക്ക് നല്ല കട്ട സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ നമ്മൾ വന്ന വഴി തന്നെ എണ്ണപ്പനത്തോട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ മേഖലയിലൊക്കെ ആനൻ്റെ സ്ഥിരമായിട്ട് പ്രസൻസ് ഉണ്ടാവുന്നതാണ് നമ്മളെ കൂടെ വന്ന മെമ്പേഴ്സൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മളെ യാത്ര ചെയ്യുന്ന ടീംസൊക്കെ പറഞ്ഞത്. സംബന്ധിച്ചാൽ ഈ ഉള്ളിലെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. മീൻസ് ഇരുടായതുകൊണ്ട് ആനയും കറുത്തിട്ടാണ് ഇരുടല്ല, അതുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പിന്നെ നമ്മളെ വണ്ടിന് മുന്നിൽ കൂടി മാന് ചാടിയൊരു സീൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ മേഖലയൊക്കെ എത്തിയപ്പോഴാണ് തണുപ്പിൻ്റെ കാഠിന്യം കുറച്ചുകൂടി കൂടിയത് കേട്ടോ. ഇവിടെ ലെഫ്റ്റ് സൈഡ് ഈ ഏരിയയൊക്കെ എത്തിയപ്പോഴാണ് തണുപ്പ് എന്താണെന്ന് ഒന്നുകൂടി നമ്മൾ അറിഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഇതിന് മുന്നേ യാത്ര ചെയ്ത ടൈമിലൊക്കെ മുൻകൂട്ടിയിട്ട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു 2 സൈഡിലും. ഇതിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തണുപ്പിൻ്റെ പവർ ഇവിടെ നിന്നാണ് കൂടി വന്ന് സംഭവം. കാറ്റ് കറക്റ്റ് വണ്ടിനുള്ളിൽ കടിച്ച് കയറിയിട്ട് ഞാൻ എന്തായാലും ഡ്രസ്സ് മാത്രം എടുത്തിട്ടുണ്ട്, ഒരു ജാക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തണുപ്പ് നല്ല ഫീൽ ചെയ്ത്. ഈ ഏരിയയിൽ വന്നാൽ ആന എന്തായാലും കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ നോക്കിയപ്പോഴാണ് സൈഡിലൊരു മാനും കുട്ടി നിൽക്കുന്നത് കണ്ടത്. ചെറിയൊരു മാനിൻ്റെ കുട്ടിയും ഒരു തള്ളിയാണ്. രണ്ടാളും ഇവിടെ നിന്ന് പുല്ല് തിന്നാണ്. എന്തായാലും നമ്മൾ വണ്ടി കണ്ടപ്പോൾ ഒരു കുറച്ച് ബാക്ക് വലിഞ്ഞ് നമ്മൾ പിന്നെ മുന്നോട്ട് യാത്ര തിരിച്ചു കേട്ടോ. ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ നിന്ന് ബസ് പോകില്ല കേട്ടോ. പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പോണത്. ലാസ്റ്റ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് ഇനി യാത്ര ഒന്നുമില്ല, ബസ്സിന് പോകില്ല. ബസ് ഇനി തിരിച്ചു പോകും. ഷാർജയോട് കൂട്ടി ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് 6:50 നമ്മൾ വന്ന ബസ് ഇത് തിരിച്ചു പോകട്ടാ. ചേച്ചി പറഞ്ഞത് ഇതിനുള്ളിൽ കൂടി പോയിങ്ങാണ്ട് ഈ ഭാഗത്ത് നല്ല തണുപ്പാട്ടാ. റബ്ബർ കിട്ടുന്നത് സമ്മതിക്കണം. ഇതിനുള്ളിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് പോകണം. കുറച്ച് ലോങ് ഉണ്ട്.
അന്നെ കാണുന്ന പറഞ്ഞു. പക്ഷേ ഓപ്ഷനിലാണ് ഈ ബസ് പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത ബസ് ഉള്ളതെന്ന് പറഞ്ഞാൽ വെളിച്ചൊന്നും കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഭാഗത്ത് ഉള്ളിൽ അതാണ് കുറച്ച് ഭാഗം ഇരുട്ടാവും. പിന്നെ ഇനി ഏതായാലും ഞാൻ അടുത്ത ബസ്സിന് തിരിച്ചു പോകുന്ന പ്ലാൻ ഒഴിവാക്കിയാണ്. ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വന്നപ്പോൾ. ഞാൻ ഏകദേശം ഒരു 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഒന്നും കഴിക്കാതെ പിന്നെ അത്രയും ടൈം നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചായക്കട അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല, വന്നാൽ ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് വരുന്നവർ ശ്രദ്ധിച്ച് വരിക. പിന്നെ ഇതാണ് ഇതിൻ്റെ വരെ കോട്ടേജ്. ഇവരൊരു സ്റ്റേ അലോഡ് ചെയ്യേണ്ടത് ഗവൺമെൻറ്. 2 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കി എല്ലാവരും പോയിക്കണ്. കാരണം ആനൻ്റെ ആക്രമണങ്ങൾ കൊണ്ട് തന്നെ കേട്ടോ. ഇവർക്ക് ഈ 2 ഇതിലും ഫുള്ളായിട്ട് റബ്ബർ പാൽ കളക്ട് ചെയ്താലാണ് ഒരു പ്രസൻറ്റ് കിട്ടട്ടോ. അങ്ങനെയാണ് ഇവർ പ്രസൻറ്റ് ഇതിൽ രേഖപ്പെടുത്തുക. ഡ്യൂട്ടിക്ക് വന്നു വിചാരിച്ചിട്ട് പ്രസൻറ്റ് കിട്ടില്ല ഇവർക്ക്. ഇതിൻ്റെ ബാക്കിൽ ആന ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് നോക്കണേ. എന്തായാലും ചെന്ന് നോക്കുക. കാഴ്ചകൾ കണ്ട എന്തായാലും വെറുതെ ആവുമല്ലോ. ഇതിൻ്റെ ബാക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റബ്ബർ തോട്ടങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഫുള്ളായിട്ടുള്ളത് കേട്ടോ. വേറെ ഒന്നുമില്ല ഇവിടെ മെയിനായിട്ട് കൃഷി. ബസ് പോവോ? നല്ല കണക്കാക്കുന്നേ. അപ്പുറത്ത് ആനുണ്ടെന്ന് നേരത്തെ പറഞ്ഞത്. പക്ഷെ നമ്മളെ ബസ് പോവും. ഇല്ലാന്നുണ്ടെങ്കിൽ ചെന്നോക്കായിരുന്നേ. അപ്പുറത്ത് ആനുണ്ട് സംഭവം. ഇവിടെ ഉണ്ടായിരുന്നു. ശബ്ദം കേട്ടപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയതായിരുന്നു ഏട്ടന്. നിങ്ങളെപ്പത്തി ആ ടൈം ഇവിടെ ഉണ്ടല്ലോ ആന. അപ്പൊ നിങ്ങൾ ആക്രമിക്കൂലേ? ടാപ്പ് കണ്ടാകുമ്പോ മാറിക്കൂലേ? അപ്പുറത്ത് ഒരു ആട്ടുപാലുണ്ട്. അവിടെ ഒരു 60-65 ആനായിട്ട് പറഞ്ഞു. എന്തായാലും ഇവിടുത്തെ ജീവിക്കുന്ന ആൾക്കാർ സമ്മതിക്കണം കേട്ടോ. കാരണം ഈ വർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചർ. ആന എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കൊരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആനൻ്റെ പ്രസൻസിന്. ഒരുവിധം വ്ളോഗേഴ്സും ബുക്കിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ക്രൂ മെമ്പർ വന്നത് ഇവർ കൂടെ യാത്ര. നേരത്തെ ആന ഇപ്പൊ കണ്ടുവരുന്ന ആന കണ്ടിട്ടന്. ഇപ്പൊ ഒരു ആന കണ്ടു പറഞ്ഞത് നമ്മള് തന്നെ 5:50 ആന ഉണ്ടായിരുന്നല്ലോ അവിടെ. അതെവിടൊക്കെതാ ആനപ്പിണ്ടോ? എവിടൊക്കെ ഉണ്ടെന്നറിയാ ആന. നമ്മളിപ്പോ ഇവിടെ വന്ന വഴി പറഞ്ഞ് ഇയാള് മൂപ്പര് അവിടെ 25 ആന ഉണ്ടാവും ആ വഴിയില്. കണ്ടുപിടുത്തുണ്ടാവോ? ഫെൻസിങ് പെട്ടുള്ളേ. അപ്പൊ ഈ ഇടയ്ക്ക് ഓരോന്ന് അടിയിട്ടിണ്ടാവും ഷോക്കേ. അപ്പൊ അത് കാരണം ഇപ്പൊ ഇവിടെ താമസിക്കുമ്പോ പോയി ആദ്യം നാളുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ പോയി ഇവിടുത്തെ കൊറേ പോയി. ഇപ്പൊ ഇനി 2 വീട്ടുകാരുള്ളൂ ഇവിടെ. 2 വീട്ടുകാരില്ല, 1 വീട്ടുകാരനുള്ളൂ. അയാൾ ഇപ്പൊ അടുത്ത് പോകും. ഭയങ്കര ശല്യാനാണ്. എന്തൊക്കെ തകർത്തരിക്കണ ഷെഡൊക്കെ ഉണ്ടായിരുന്നില്ല. അത് ശരി. ആന തകർത്തൊരു അമ്പലല്ലേ? ഇതാ പൊളിച്ച് ഇത് കൂടി പാസ് ചെയ്ത് പോയിക്കണ ആശായി. ഇതേ നല്ല സ്മെല്ലുണ്ട്. ഇപ്പൊ കുറച്ച് മുന്നേ പോയിട്ടുള്ളൂ കേട്ടാ. എടുക്കണോ? ആനൻ്റെ പ്രസൻസ് ഒക്കെ നമ്മൾ കണ്ടു. പക്ഷെ ആനൻ്റെ ഡയറക്റ്റ് കണ്ണോട് കാണാൻ പറ്റില്ല കേട്ടോ. ഈ മേഖലയൊക്കെ ആനൻ്റെ താണ്ഡവാടുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് പ്ലാന്റേഷനിൽ ഇവിടെ സ്റ്റേ ഇല്ല, സ്റ്റേ ഒഴിവാക്കിയിട്ട് ഒരു പുറത്താണ് നിൽക്കുന്നത്. വീട്ടിൽ തന്നെ പോക്കെന്ന് പറഞ്ഞു. 2 ഫാമിലി ഉള്ള അവർ വൈകാതെ പോകുന്നതാണ് പറഞ്ഞത്. കാരണം ആന ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് പോകുന്നത് ഏകദേശം ഇവിടുന്ന് 6:50 ആകുമ്പോൾ നമ്മൾ യാത്ര തിരിച്ചിട്ടു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വെട്ടം വന്ന് വെളിച്ചൊക്കെ കാര്യങ്ങളൊക്കെ വന്നത്. ഇത്ര നേരം ഇരുണ്ടേന്നെ ഇരുന്ന്. പിന്നെ നമ്മൾ പോണതിൻ്റെ ഉള്ളിൽ തന്നെ ഇതേപോലെ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോഴും ഇതേപോലെ ഏകദേശം ലൈറ്റ് ഇല്ലാത്ത ഏരിയ ഒക്കെ ഉണ്ട്. ഉള്ളിൽ സൂര്യൻ കറക്റ്റ് വരുന്നുള്ളൂ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ പനത്തോട്ടങ്ങളാണ്, എണ്ണപ്പന കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇവിടെ ആനൻ്റെ പ്രസൻസ് ഏത് സമയം ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഒന്നാമത് നമുക്ക് ഇന്ന് ഭാഗ്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആനനെ കണ്ടിട്ട് തന്നെ ഇല്ല. പിന്നെ അതാ ഈ വഴിയിൽ ഈ വഴി സാധനം മൂപ്പര് നമുക്ക് കാണിച്ചു തന്നത് ഒരു മയിലിനെ. നമ്മൾ ദിലീപേട്ടൻ കുറേ സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്ത് പതുക്കെ പോയിക്കണം കേട്ടോ, നമുക്ക് കാഴ്ച മാക്സിമം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആന കിട്ടുന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് 2 ആൾക്കും ഉണ്ടായിരുന്നത്. അതിന് ലാസ്റ്റത്തോളം ഞങ്ങൾ നോക്കിയിരുന്നു, പക്ഷേ കിട്ടിയില്ല. മയിലിനെ കണ്ട്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ വരുമ്പം പറഞ്ഞ പ്ലാന്റേഷന് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെയൊക്കെ ആകെ ഉഴുത് മറിച്ചിട്ടിട്ട് 2ാമത് പ്ലാന്റേഷന് തുടങ്ങുകയാണ് കറക്റ്റായിട്ട്.
കുറേ സ്ഥലങ്ങൾ മാന്തിക്കും കേട്ടോ. വേണ്ട അവിടെ ഹിറ്റാച്ചി വർക്ക് ചെയ്യുന്ന കാണാൻ നിങ്ങൾക്ക് രാവിലെ തന്നെ വർക്കിങ് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകും. കാരണം ലേറ്റ് ആയാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ഡേഞ്ചറാണ്. ഇരുട് വീണല്ല ആന കാര്യങ്ങളൊക്കെ ആക്രമണമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർ നേരത്തെ തന്നെ വർക്ക് തുടങ്ങിയതാകുമെന്ന് വിചാരിക്കുക. എന്തായാലും ഇവിടെ അതിന് തെയ്യ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇങ്ങനത്തെ ടൈമിൽ നമ്മൾ വരുമ്പോൾ ഇതൊക്കെ നല്ല പൂത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ കായ്കളൊക്കെ അതിൻ്റെ അപ്പുറത്ത് കുറച്ചുകൂടി വലുതായിക്കുന്ന സാധനങ്ങളൊക്കെ കേട്ടോ, തൈകളൊക്കെ. എന്തായാലും പൈനാപ്പിളൊക്കെ ഇനി വരുമ്പോൾ സീസൺ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. പിന്നെ ഇവിടുത്തെ വരുമ്പോൾ ഇങ്ങനത്തെ കുറേ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പുറത്തേക്കും ആൾക്കാർ പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് തിരിച്ച് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും ഈ ബസ് തന്നെയായിട്ട് ആശ്രയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ വഴിന്ന് അധികമൊന്നുമില്ല, ഒരു 4-5 ആൾക്കാർ കയറിന്ന് യാത്രക്ക് വേണ്ടിയിട്ട്. റോഡ് സൈഡിൽ പോണ വഴിയിൽ കണ്ടൊരു മയിലാണിത്, 2 മൈൽ, 2 ആൺമയിലായിരുന്നു കേട്ടോ. ഇവരെ ലാസ്റ്റ് കണ്ടത് ഇവരായിരുന്നു. പിന്നെ ഇതിനപ്പുറത്ത് മൃഗങ്ങളൊന്നും കണ്ടിട്ടാണ്. ഏകദേശം നമ്മൾ 8:20 കൂടിയിട്ടാണ് ബസ് സ്റ്റേഷനിൽ എത്തി, ചാലക്കുടി കേട്ടോ. അപ്പോൾ ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം, തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞതായിരുന്നു. ആന കുത്തിമറിച്ചൊരു വഴിയിൽ നമ്മൾ ഒരു രാത്രി കാണാൻ പറ്റുകയെന്ന് പറഞ്ഞല്ല, ആ ഒരു എണ്ണപ്പനയാണ് ഇട്ടത് ഈ സൈഡിൽ കാണുന്നത്. ഇത് റോട്ടിൽ ഇറങ്ങി കിടക്കുന്നത്. രാത്രി നമുക്ക് കറക്റ്റ് വെട്ടം കണ്ടിരുന്നില്ല. എന്തിന് കുത്തിയിട്ടായിരുന്നു എനിക്കറിയില്ല. ആനകളെ മെയിൻ ഹോബിയാണിത്. എണ്ണപ്പന കുത്തിയിട്ടിട്ട് അതിൽ നിന്ന് പട്ട പൊട്ടിച്ച് കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇതിൽ അവരൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഇതിൽ അവർ കാട്ടിയതാവും. എന്തായാലും ആന നമ്മൾ കാണാൻ പറ്റിയിട്ടില്ല. ഈ ടൈമിലൊക്കെ സാധാരണ നോർമലി ഇവിടെ 3-4 ആനകൾ എപ്പോഴും പ്രസൻ്റ്ലി ഉണ്ടാവേണ്ടതാണെന്നാണ് നമ്മളെ ക്രൂ പറഞ്ഞത് കേട്ടോ. പക്ഷേ ഇന്ന് നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും നമ്മൾ കാട്ടിലേക്ക് വരുന്ന മൃഗങ്ങളെ കാണാൻ വേണ്ടി മാത്രമല്ല, കാടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഓരോ കാടും ഓരോ വൈബാണ്, ഓരോ ഫ്രെയിമാണ്. നമ്മളിതിന് മുന്നേ കുറേ കാട്ടിൻ്റെ ഉള്ളത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓരോ കാട്ടിനുള്ളത്തെ യാത്ര ഓരോ അനുഭവങ്ങളായിട്ട് നമുക്ക് കിട്ടുക. ഇപ്പോൾ എന്തായാലും ഇത് നല്ലൊരു യാത്രയായിരുന്നു എനിക്ക് കിട്ടിയത്. ഇപ്പോൾ നമ്മൾ പോണ ഈ ഒരു ഭാഗത്ത് എത്തിയ ടൈമിൽ നമ്മൾ ബസ്സൊന്ന് സ്ലോ ആക്കിയതുകൊണ്ട് തന്നെ ഒരു ബൈക്കറിന് ആക്സിഡൻറ്റ് രക്ഷപ്പെട്ടിട്ടാണ്. കാരണം ഇതിന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു മ്ലാവ് നേരെ റോഡ് ക്രോസ് ചെയ്ത് സ്പീഡിൽ ക്രോസ് ചെയ്ത് ബൈക്കറിനെ ഞങ്ങൾ കണ്ട് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അത് ഇടിച്ചിട്ട് പോയി. നമ്മൾ കൂടി വൈഡായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. രാവിലെ വന്നിട്ട് 12 മണിയാകുമ്പോൾ തിരിച്ചെത്തേണ്ട രീതിയിൽ ബസ്സിൽ കയറണം ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങളും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ രാവിലെ വന്നിട്ട് ഭക്ഷണമായിട്ടൊക്കെ വന്നാൽ നമുക്ക് ഇവിടെ കഴിച്ചിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ കാഴ്ചകളും കാട്ടിനുള്ളിൽ നമുക്ക് ഒറ്റക്കാണെന്നുണ്ടെങ്കിലും പോകാൻ പറ്റും. ഒറ്റക്കല്ല മീൻസ് ഒരാളെ കൂടി ധൈര്യത്തിൽ കൂട്ടുക, അല്ലാതെ ഒറ്റക്ക് പോകരുത്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നുകൂടി വന്നിട്ട് വൈകിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതിൽ നമുക്ക് കുറച്ചുകൂടി മൃഗങ്ങൾ കിട്ടും. തൊട്ടടുത്ത് ആനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത് ആ യാത്രയിൽ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു യാത്ര കൂടി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഈ വൈൻഡപ്പ് ചെയ്യണം യാത്ര. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഭക്ഷണ കാര്യങ്ങളൊക്കെ പാടെ കൊണ്ടുവന്നിട്ട് യാത്ര ചെയ്യുക. അത് നമുക്ക് നല്ലൊരു യാത്ര കിട്ടും. നല്ല പ്രസൻറ്റിൽ നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. മൃഗങ്ങളൊക്കെ ഇങ്ങനത്തെ യാത്ര നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കാണാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ചാപ്റ്ററിവിടെ ക്ലോസ് ചെയ്യാണ്. ഏകദേശം കറക്റ്റ് ടൈമിൽ തന്നെ ബസ് ഓടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റാക്കേണ്ടി അറിയിച്ചാണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നമുക്ക് ബൈ, സി യു.